അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ടെസ്റ്റിന്റെ അവസാന ദിവസം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 549 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ഗ്രൗണ്ടിലിറങ്ങിയ ഇന്ത്യ അങ്ങനെ ദക്ഷിണാഫ്രിക്കയോട് കീഴടങ്ങി. നീണ്ട 25 വർഷത്തിന് ശേഷമാണ് പ്രോട്ടീസിന്റെ ഈ ജയം. ശരിയാണ്, ഇത് സ്പോർട്സ് ആണ്. മത്സരങ്ങളാകുമ്പോൾ ജയിക്കാം, തോൽക്കാം, ഈവൻ സമനിലയിലുമാകാം. പക്ഷെ ഇന്ത്യയുടെ അതിദയനീയ തോൽവി, അത് ഏത് വിധത്തിലാണ് ഇനി ന്യായീകരിക്കാൻ കഴിയുക? ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ മത്സരം പരാജയപ്പെട്ടതിന് ശേഷം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: എന്റെ കീഴിൽ ചാമ്പ്യൻസ് ട്രോഫിയും ഏഷ്യ കപ്പും ജയിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്തം ടീമിന്. ടെസ്റ്റ് പരമ്പരയ്ക്ക് മതിയായ സമയം കിട്ടിയില്ല. തന്റെ ഭാവി BCCI തീരുമാനിക്കട്ടെ എന്നും തന്റെ കീഴിൽ തന്നെയാണ് ഇംഗ്ലണ്ടിൽ ടീം നന്നായി കളിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുവാഹത്തിയിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ തോൽവി 408 റൺസിനായിരുന്നു. അതിലൂടെ പ്രോട്ടി സ്വന്തമാക്കിയത് 1/4 നൂറ്റാണ്ടിനിടെ ഇന്ത്യൻ മണ്ണിലെ ആദ്യ ടെസ്റ്റ് പരമ്പര. ദക്ഷിണാഫ്രിക്കൻ ബൌളിംഗിന് മുന്നിൽ ഒന്ന് പൊരുതി നിൽക്കാൻ പോലും ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിഞ്ഞിരുന്നില്ല. കുൽദീപ് യാദവിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. ധ്രുവ് ജൂറൽ ആകട്ടെ വന്ന പോലെ തന്നെ മടങ്ങി. പന്തിനെയും ഹാർമർ മാർക്രത്തിന്റെ കൈകളിൽ എത്തിച്ചതോടെ ഇന്ത്യ ആകെ തകർന്നു. 5-ന് 58 റൺസ്. ജഡേജ ഒരറ്റത്ത് ചെറുത്തു നിന്നെങ്കിലും മറുഭാഗത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ജഡേജയുടെ ചെറുത്തുനിൽപ്പാണ് ഇന്ത്യയെ 100 കടക്കാനെങ്കിലും സഹായിച്ചത്. 4-ാം ദിനം രണ്ടാം ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 260 റൺസിൽ ഡിക്ലെയർ ചെയ്ത ഋഷഭ് പന്തിനും സംഘത്തിനും 549 റൺസിന്റെ കൂറ്റൻ ലക്ഷ്യമാണ് സന്ദർശകർ മുന്നിലേക്ക് വെച്ചത്. അപ്പോൾ തന്നെ ഇന്ത്യയുടെ കാര്യം ഏറെക്കുറെ തീരുമാനമായി. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ മോശം പ്രകടനത്തിൽ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ വിമർശനം ശക്തമായി ഉയരുന്നതിനിടയിലാണ് ഈ ഒരു ടെസ്റ്റ് തോൽവിയും കൂടി. 1/4 നൂറ്റാണ്ടിന് ശേഷം സന്ദർശകർ നേടിയ ഈ ജയം അവർ ആധികാരികമായി തന്നെ പിടിച്ചെടുത്തതാണ്. ഇതോടെ ഗംഭീറിനെതിരെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ആവശ്യത്തിൽ വരെ എത്തി നിൽക്കുന്നു. റൺസിന്റെ കണക്കെടുത്താൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് തോൽവിയാണ് ഗുവാഹത്തിയിലേത്. ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ പരമ്പര ജയിച്ചു തുടങ്ങിയ ഇന്ത്യ ന്യൂസിലൻഡിന് മുന്നിൽ 3-0 പരമ്പര തോറ്റു. പിന്നാലെ ഓസ്ട്രേലിയയോട് അവരുടെ നാട്ടിൽ 3-1 തോറ്റു. വിൻഡീസിനോട് 2-0 ടെസ്റ്റ് ജയിച്ചെങ്കിലും സ്വന്തം നാട്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ മറ്റൊരു പരമ്പര കൂടി സമ്പൂർണ്ണമായി ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു. ഗംഭീറിന് കീഴിൽ ഇന്ത്യ കളിച്ചത് 18 ടെസ്റ്റുകൾ. അതിൽ 10ലും ഇന്ത്യക്ക് ഫലം പരാജയം. ഇതിൽ ഇന്ത്യൻ മണ്ണിൽ നടന്ന 2 ടെസ്റ്റുകളിൽ സമ്പൂർണ്ണ തോൽവിയായിരുന്നു. ന്യൂസിലൻഡിനെതിരെയും ഇപ്പോൾ ഇതാ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും. ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണം, അതാണ് തോൽവിക്ക് കാരണമെന്നാണ് ഗംഭീറിനെതിരെ ആരാധകർ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം. ആദ്യ 3 നമ്പറുകൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നമ്പറുകളിലെല്ലാം ഓരോ ഇന്നിംഗ്സിലും വ്യത്യസ്ത താരങ്ങളെയാണ് ബാറ്റിംഗിനായി കളത്തിലിറക്കുന്നത്. 3-ാം നമ്പറിൽ കരുൺ നായർ, സായി സുദർശൻ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെയെല്ലാം കളിപ്പിച്ചു. ഓൾറൗണ്ടർമാരെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്ന ഗംഭീറിന്റെ തന്ത്രങ്ങളും പാളുകയാണ്.